ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ചിൻ്റെ പ്രമാദമായ കേസായിരുന്നു കഴിഞ്ഞ ദിവസം ജനുവരി 20 ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടക്കാല ഉത്തരവ് ഇന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇടക്കാല ഉത്തരവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവ് തന്നെയാണ്. 8 പേജാണ് ഇവരുടെ ഇടക്കാല ഉത്തരവ് ഉണ്ടാക്കാൻ വേണ്ടത്. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബാരിക്കിൻ ടീമും നമ്മളെ തൊഴിലും വരുമാനവും തിരിച്ചു തരണം, നമ്മളെ പറ്റിച്ചിട്ടില്ല, നമുക്ക് പേഴ്സണലായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സൊസൈറ്റിക്കാർ ലീഡർമാർ തേച്ചും ഇതിൽ കക്ഷി ചേർന്നിട്ടാണ് ഇത്രയും വലിയ പുര പോലത്തെ നമ്മുടെ എൻട്രി മോഡറൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പം മൊത്തം 57 ആൾക്കാർ ഇപ്പം ഇതിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കറിയാം, ഇതിൻ്റെ 5 or 6 മൊത്തമായിട്ട് ഇടക്കാല ഉത്തരവാണ്. അപ്പോൾ ഇതിൽ തുടക്കത്തിൽ തന്നെ പറയുന്നത് നമ്മുടെ 6/1/2026 ആ ഒരു ഇടക്കാല ഉത്തരവാണ്. അത് ട്രഷറിയിലെ അക്കൗണ്ടുകൾക്ക് ചില സംശയങ്ങൾ ഹൈറിച്ചിൻ്റെ വക്കീലും ഒക്കെ പറഞ്ഞതുകൊണ്ട് അത് നിയമപ്രകാരം ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ SBIയിൽ അക്കൗണ്ട് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടുഡേ ലേൺ പബ്ലിക് പ്രോസിക്യൂട്ടർ വുഡ് സബ്മിറ്റ് that steps taken to open account with the State Bank of India Trivandrum main branch, and the same would be finalized at the earliest, and the details of the account would be furnished by next week. അപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് അതിൻ്റെ അക്കൗണ്ട് എടുക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Learn Council appearing for the company submit that in compliance with the order dated 6/1/2026 amount deposited in fixed deposit in various bank be deposit ചെയ്യണം. അപ്പോൾ കമ്പനിയും പറയുന്നു നമ്മുടെ അക്കൗണ്ടുകളൊക്കെ വേരിയസ് ബാങ്കുകളിലുള്ള ഡെപ്പോസിറ്റുകളൊക്കെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് മാറ്റണമെന്ന് കമ്പനിയും പറയുന്നു. ആസ് ടു ഏൺ ഇൻട്രസ്റ്റ്, അത് ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവരുടെ സ്വന്തം ബാങ്കുകളൊക്കെ ഇവർ മാറ്റി ഇപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് ഇവരും പിടിച്ചിരിക്കുന്നത്. ലേൺ കൗൺസിൽ അപ്പിയറിംഗ് ഫോർ ദ HDFC ബാങ്ക്. HDFC ബാങ്കുകാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണം മാറ്റുന്നതിനൊന്നും പ്രശ്നമില്ല, പക്ഷേങ്കിൽ 1% നമ്മൾ കട്ട് ചെയ്യും, ഇതിൻ്റെ മെച്യൂരിറ്റി ആകുന്നതിന് മുമ്പിൽ ആണ് ഇതൊക്കെ പിന്നെ ക്ലോസ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഈ പ്രതാപൻ ചോദിക്കാനുള്ളത്, പ്രതാപൻ ഇത് എത്ര കാലത്തേക്കാണ്, ആജീവനാന്ത കാലമാണോ ഇവർ FD ഇട്ടിരിക്കുന്നത്? എന്താണെന്ന് നോക്കിയാലേ. അപ്പോൾ ഇങ്ങനെ വലിയ അപ്പോൾ 2 വർഷം മുമ്പേ ആണ് ഈ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 വർഷത്തിന് മേലെയുള്ള കാലത്തേക്കാണ് ഈ HDFC ബാങ്കുകാർ പറയുന്നത്. നോക്കിക്കഴിഞ്ഞാൽ 2 വർഷത്തിന് മേലെയുള്ള ഒരു കാലത്തേക്കാണ് ഇവർ FD ഇട്ടിരിക്കുന്നത്. അപ്പോൾ 2 വർഷം ഇവർക്ക് ഈ പണം ഒന്നും വേണ്ട എന്നാണ് അർത്ഥം. 150 കോടി രൂപ 2 വർഷമല്ല 3 വർഷം വേണ്ട എന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ട് 1% അവർ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 6ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ലേൺ കൗൺസിൽ representing some of the victims who lost money in the scheme vehemently canvassed release of their amount in their favor from the amount in deposit. അപ്പോൾ ഈ ഡെപ്പോസിറ്റുകളിൽ നിന്ന് ഞങ്ങൾക്കുള്ള പണം തരണമെന്ന് ചില നിക്ഷേപകർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് 6ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. 7ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഹാവിംഗ് കൺസിഡർഡ് all these aspects, the competent authority is specifically directed to ensure that the account shall be opened with the State Bank of India തിരുവനന്തപുരം മെയിൻ ബ്രാഞ്ച് within a period of 7 days. ഒരാഴ്ചക്കുള്ളിൽ 7 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം മെയിൻ ബ്രാഞ്ചിൽ SBIൻ്റെ തിരുവനന്തപുരം മെയിൻ ബ്രാഞ്ചിൽ അക്കൗണ്ട് തുടങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓൺ ഓർ ബിഫോർ 27/1/2026 ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7ാമത്തെ പാരഗ്രാഫിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ അവസാനമാണ് വേറൊരു കാര്യം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ മീൻ ടൈം, അതിനിടയിൽ there shall be a direction to the learn council appearing for the കമ്പനിക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്ന കൗൺസിലിനോട് പറയാനുള്ളത് to get instructions from his party and file a statement showing the amount due to all the persons involved in the matter
who suffered loss of money with the details showing the amount deposited, amounts in any repaid. അവർക്ക് എന്തെങ്കിലും പൈസ തിരിച്ചു കൊടുത്ത് അവർ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് അവർക്ക് എന്തെങ്കിലും പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി എത്രയാണ് കൊടുക്കാനുള്ളത്, ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റോടുകൂടി എത്രയാണ് കൊടുക്കാനുള്ളത്, ടു കൺസിഡർ ദിയർ ഗ്രീവിയൻസ് സോ ദാറ്റ് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് പണം വേണമെന്നാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നത് ആരാണ്? നമ്മുടെ 6ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ആൾക്കാരെയാണ്. സം ഓഫ് ദ വിക്ടിംസ് ഹു ലോസ്റ്റ് മണി ഇൻ ദി സ്കീം, അവരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവരുടെ കണക്കുകൾ കൊണ്ടുതരാൻ വേണ്ടിയിട്ടാണ് കമ്പനിയോട് പറയുന്നത്. അല്ലാതെ 16 ലക്ഷമോ 1,80,00,000ൻ്റെയോ കണക്കല്ല നമ്മുടെ ജഡ്ജി ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന, ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഡെപ്പോസിറ്റ് എത്രയാണ്, അവർക്ക് തിരിച്ചു കൊടുത്തത് എത്രയാണ്, ഇനി എത്ര തിരിച്ചു കൊടുക്കാനുണ്ട്, ഇൻട്രസ്റ്റോട് കൂടി എത്ര തിരിച്ചു കൊടുക്കാനുണ്ട്. ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ 3 ഇരട്ടി ആവുമല്ലോ, 2 വർഷം കഴിഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവരുടെ ആവലാതികളും അതുകൊണ്ട് തന്നെ തീർക്കാൻ സാധിക്കും. സോ ദാറ്റ് സം എമൗണ്ട് ആഫ്റ്റർ ഹിയറിംഗ് ബോത്ത് സൈഡ്. അപ്പോൾ 2 സൈഡും കേട്ടതിന് ശേഷം നമുക്ക് അവർക്ക് അനുകൂലമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ്. ഒരു ഇടക്കാല ആശ്വാസം പോലെ നമുക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഫോർ വിച്ച് ദ കമ്പനി ആൾസോ മെ നോട്ട് ഹാവ് മച്ച് ഗ്രീവ്. ഇതിൽ കമ്പനിക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് നമ്മുടെ ജഡ്ജ് പറയുകയാണ്. അപ്പോൾ ഫയൽ ദ സ്റ്റേറ്റ്മെൻറ്റ് ആൾസോ ഓൺ 27 ആ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ആക്കണം. പോസ്റ്റ് ദിസ് മാറ്റർ ഓൺ 28/1/2026. അപ്പോൾ 28-ാം തീയതിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ വന്നതിന് ശേഷം അതിനെ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ലോകത്തെ ലോകത്തിൽ എത്ര ഭാഷകളുണ്ടോ അത്രയുള്ള ഭാഷകളിലൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പം ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ പണം കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് ആർക്കൊക്കെയാണ് പണം കൊടുക്കുന്നത്, നമ്മൾക്കും പണം പോയിട്ടില്ലേ എന്നൊക്കെയാണ് ചില ചോറ് വയ്ക്കാത്ത ആൾക്കാർ, ഹയർ ചോളികൾ, മണ്ടന്മാർ, ഇതുവരെ കമ്പനീനെ താങ്ങി നടന്നിരിക്കുന്ന മണ്ടന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മണ്ടന്മാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരിക്കലും പണം നഷ്ടപ്പെട്ടിട്ടില്ല, നമുക്ക് പണം നഷ്ടപ്പെട്ടിട്ടില്ല, നമ്മുടെ കമ്പനി ചതിച്ചിട്ടില്ല, നമ്മുടെ കമ്പനി തങ്കപ്പെട്ട കമ്പനിയാണ്, മണ്ണാങ്കട്ടയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കുറി നിങ്ങൾ എഴുതി കൊടുത്തിട്ടില്ലേ. നമുക്ക് പൈസയല്ല വേണ്ടത്, നമുക്ക് കമ്പനിയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടില്ലേ. പൊരി വെയിലത്ത് മുഖം മൂടിയിട്ടിട്ട് നിങ്ങൾ നടന്നിട്ടില്ലേ. എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ പൈസ കിട്ടുന്നതെന്ന് അറിയുമ്പോൾ നിങ്ങൾ നേരെ കമ്പനിയെ ചതിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞങ്ങൾക്കും പൈസ കിട്ടാനുണ്ട് എന്ന്. കലക്ടർ പിന്നെ അതിൻ്റെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, കോടതിയിൽ കേസ് കിടക്കുമ്പോൾ ലിസ്റ്റ് എടുക്കാൻ കലക്ടർ ആരാണ്, കലക്ടർക്കെതിരെ കേസ് കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇത് കുറച്ചും കൂടി പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ പറയുന്ന 67 ആൾക്കാരോ അല്ലെങ്കിൽ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്ന ആൾക്കാരെയോ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്. ഈ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്ന ലീഡർമാർക്ക് ഇത് ബാധകമല്ല. നമ്മളെ പറ്റിച്ചിട്ടില്ല, നമുക്ക് പൈസ വേണ്ട, നമുക്ക് പൂളിംഗമാണ് വേണ്ടത് എന്ന് പറയുന്ന ആൾക്കാർ ഇതിൽ വിക്ടിമല്ല. ഇവർ കമ്പനിയുടെ കൂടെയുള്ള ആൾക്കാരാണ്, കമ്പനിയെ താങ്ങി നടക്കുന്ന ആൾക്കാരാണ്, കമ്പനി താങ്ങികളാണ്. പ്രതാപനെ 2000 മുതൽ മണി ചേഞ്ച് ചെയ്ത് നടക്കുന്ന, പല കുറി ജയിലിൽ കിടക്കുന്ന, ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന പ്രതാപനെ പോലെയുള്ള സാമ്പത്തിക കുറ്റവാളിയെ താങ്ങി നടക്കുന്ന ആൾക്കാരാണ്. ആർക്ക് പണം പോയാലും കാര്യമില്ല. കിടപ്പ് രോഗികളെ പോലും അല്ലെങ്കിൽ ICUവിൽ കിടക്കുന്ന രോഗികളുടെ കൂടെ കയ്യിൽ നിന്ന് പോലും അവരുടെ വീടും അവരുടെ സ്വർണവും വാങ്ങിച്ചെടുത്ത് അതിൻ്റെ കമ്മീഷൻ അടിച്ച് സ്റ്റേജിൽ വന്നിട്ട് ഞാൻ 3 കോടി ഉണ്ടാക്കി, 10 കോടി ഉണ്ടാക്കി, ഞാൻ ഫോർച്യൂണർ വാങ്ങുന്നു, ഞാൻ 5000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ടാക്കി, അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുന്ന, കണ്ണ് ചൊരയില്ലാത്ത പാവങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ കോടതിയോ നിയമമോ ഒന്നും തന്നെ ബാധകമല്ല എന്നാണ് പറയാനുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവരുടെ ഓഫീസ് ഇവരെന്തായാലും ഒഴിയാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് ഇവർക്ക് പറ്റിയ ഓഫീസ് കെട്ടിടം തിരഞ്ഞു നടക്കുകയാണ്.
ഇവർ ഓഫീസുണ്ടോ തട്ടിപ്പ് നടത്താൻ ഒരു ഓഫീസുണ്ടോ എന്ന് ചോദിച്ചിട്ട് നടക്കുകയാണ്. എന്നിട്ട് വേണം അവിടെയുള്ള ആക്രി സാധനങ്ങളൊക്കെ ഇവരുടെ ഈ ഒരു ഗോഡൗണിലേക്ക് മാറ്റിവെക്കാൻ. അങ്ങനെ എന്ത് മാറ്റിവെച്ച് കഴിഞ്ഞാലും അതൊക്കെ അറ്റാച്ച്ഡ് ആണ്. അതിൽ നിന്ന് ഒരു നമ്മുടെ ഭാര്യയ്ക്ക് പറഞ്ഞ പോലെ അവിടെ ഒരു മുട്ടുസൂചി പോലും ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ അറ്റാച്ച്ഡ് ആണ്. അതൊക്കെ ലേലം ചെയ്ത് വിറ്റ് നിക്ഷേപകർക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരു 1000-ലധികം ആൾക്കാർ ക്ലെയിം പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേ ആൾക്കാരുടേത് ലിസ്റ്റ് പരിഗണിക്കാനുണ്ട്. അത് കുറേ ആ ഒരു സമയപരിധി കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിക്കുമ്പോൾ ഇത് എപ്പോൾ എങ്ങനെ കൊടുക്കാനാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ 16 ലക്ഷം ആൾക്കാർക്കും പൈസ കിട്ടാനുണ്ട് എന്ന് പറയുന്നത്? ഇവിടെയുള്ളത് ആകെ 250 കോടിയേ ഉള്ളൂ. 250 കോടി 16 ലക്ഷം പോയിട്ട് 16,000 ആൾക്കാർക്ക് അല്ലെങ്കിൽ 1600 ആൾക്ക് പോലും വീതിച്ചെടുക്കാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് FIR ഇട്ടവർക്ക് മാത്രമേ പണം കിട്ടുകയുള്ളൂ. ഇത് ഇന്ത്യ രാജ്യമാണ്, ഇവിടെ നിയമവാഴ്ചയാണ്. അല്ലാതെ നിങ്ങൾ സൊസൈറ്റി ഉണ്ടാക്കുകയോ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയോ അറിഞ്ഞുകൊണ്ട് തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് കൂട്ടം ചേർന്ന് ഇതിനെ എന്തെങ്കിലും ആക്കിക്കഴിയാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഒന്നും തന്നെ നിലനിൽക്കില്ല എന്നാണ് പറയാനുള്ളത്. ബൈ.